ഇന്നേ ദിവസം നമ്മൾ കേൾക്കുന്നത് ഈശോ തന്റെ അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഈശോയുടെ കാലത്ത് കാലുകൾ കഴുകിയിരുന്നത് അവര് ഭൃത്യന്മാര്, അല്ലെങ്കിൽ അടിമകള്, അതുമല്ലെങ്കിൽ വിധവകൾ, ഇങ്ങനെ 3 വിഭാഗത്തിലുള്ളവരാണ് കാലുകൾ കഴുകിയിരുന്നത്. ഇങ്ങനെ വളരെ വിനയാന്വിതനായി താണുകൊണ്ട് ഈശോനാഥൻ തന്റെ അപ്പോസ്തലന്മാരുടെ കാല് കഴുകുകയാണ്. അതേ വേദിയില് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാർക്കിടയിൽ തർക്കമാണ്. എന്താണ് തർക്കിച്ചത്? അവര് ആരാണ് തങ്ങളിൽ വലിയവൻ എന്നത്. അപ്പോൾ ഒരേ വേദിയിൽ 2 മനോഭാവത്തോടു കൂടിയുള്ള 2 വിഭാഗം. ഒന്ന്, ചെറിയവരിൽ ചെറിയവനായി ഈശോ കാല് കഴുകുന്നു. രണ്ടാമത്തേത്, അപ്പോസ്തലന്മാർക്കിടയിൽ തർക്കമാണ്, ആരാണ് വലിയവൻ എന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസകാലത്ത് ഈശോ നമുക്കൊരു വലിയ ചലഞ്ച് വെക്കുന്നുണ്ട്. ചലഞ്ച് എന്താണ് ആ ചലഞ്ച്? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. അപ്പോൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ വലുതാകണമെങ്കിൽ നമ്മൾ ചെറുതാകണം.